അഡ്വക്കേറ്റ് ശങ്കു ടി ദാസ്, മണ്ഡലകാലമാണ് വരുന്നത് എന്നിവർ അറിഞ്ഞില്ലേ? മണ്ഡലകാലം വന്നു കഴിഞ്ഞിട്ട് ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്താൻ സാധിക്കാത്ത വിധം ഒരു വലിയ പരാജയമായി മാറിയതെങ്ങനെയാണ് ഈ സംവിധാനങ്ങളൊക്കെ? തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു ഭാഗത്ത് കഷ്ടപ്പെടുമ്പോൾ അതിന് ന്യായീകരണം നിരത്താൻ എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത്? എത്രയോ കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ് മണ്ഡലകാലത്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നുള്ളത്. ഇപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയല്ല, കഴിഞ്ഞ മണിക്കൂറുകൾ അങ്ങേയറ്റം ഹൃദയമിടിപ്പോടുകൂടി കാണേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി. കാരണം അത്രമാത്രം തിക്കും തിരക്കുമായിരുന്നു. എന്തെങ്കിലും സംഭവിക്കുമോ, അയ്യപ്പൻ തന്നെ തുണ എന്ന് ഓരോരുത്തരും പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി, അത്രമാത്രം അപായകരമായ ഒരു ക്രൗഡ് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അടക്കം പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദികൾ ആര്? തീർച്ചയായിട്ടും കടുത്ത അവഗണന, അനാസ്ഥ, ആത്മാർത്ഥതയില്ലായ്മ, ഇവയുടെ സംയോജിതമായിട്ടുള്ള ഫലമാണ് ശബരിമലയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് അയ്യപ്പ ഭക്തരുടെ വോട്ട് കീശയിലാക്കാൻ വേണ്ടി 2050 നടപ്പാക്കേണ്ട ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടി ധനസമാഹരണം നടത്താൻ മഹാ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച ആളുകൾക്ക് എല്ലാ വർഷവും വൃശ്ചിക 1-ാം തീയതി ശബരിമല നട തുറക്കുമെന്നും അത് ഈ നവംബർ 17-ാം തീയതി വരാനിരിക്കുകയാണെന്നത് ഓർമ്മയുണ്ടായിരുന്നില്ല. കേന്ദ്ര സേനയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കത്തയച്ചത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. ഇപ്പോഴും കേന്ദ്ര സേനയുടെ മുഴുവൻ വിന്യാസം ശബരിമലയിൽ നടന്നിട്ടില്ല. അവിടെ തീർത്ഥാടകർക്ക് കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ജലം, ഭക്ഷണം, അവർക്ക് ദർശന സൗകര്യം, ഈ കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള ക്രമീകരണം അവിടെ നടത്തിയിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുകയാണ്, ആൾക്കൂട്ടം കണ്ടിട്ട് എനിക്ക് ഭയം തോന്നുന്നു, തയ്യാറെടുപ്പുകളുടെ അപര്യാപ്തത ഇവിടെ വ്യക്തമാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വന്തം നിലയിൽ കുറ്റസമ്മതം നടത്തുകയാണ്. അതേസമയം ADGP പറയുന്നത് ശബരിമലയിലേക്ക് തീർത്ഥാടനം നടത്താൻ വരുന്ന ഭക്തന്മാർ അത്യാവശ്യം അറിയിക്കാനും ബുദ്ധിമുട്ടാനും സഹിക്കാനും ഒക്കെ തയ്യാറായി തന്നെ വരണം, ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. ശബരിമലയിലേക്ക് ദർശനത്തിന് വരുന്ന ഭക്തന്മാർ അങ്ങനെയുള്ള സഹനത്തിനും സമർപ്പണത്തിനും ഒക്കെ തയ്യാറായി തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് അധികൃതർക്ക് എടുത്തു പറയാവുന്ന ഒരു ന്യായമല്ല. ശബരിമലയിലെ ഭക്തർക്ക് സഹനശേഷി ഉണ്ടെന്നോ, അവർക്ക് അയ്യപ്പനോട് സമർപ്പണ ഭാവം ഉണ്ടെന്നതോ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാതിരിക്കാനുള്ള ന്യായീകരണമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് ശബരിമലയിൽ ഈ പോലീസ് വിന്യാസം നടത്തിയിട്ടുള്ളത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനോ ഏതെങ്കിലും ക്ഷേത്രത്തിലെ തിരക്ക് നിയന്ത്രിക്കാനോ കേരള പോലീസിനെ തന്നെ ചുമതലപ്പെടുത്തണമെന്ന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണമെങ്കിൽ 25,000 ഹിന്ദു ചെറുപ്പക്കാരെ ശബരിമലയിലെ വോളണ്ടിയർമാരായിട്ട് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി നിർത്താവുന്നതാണ്. എത്രയോ ജോലിയില്ലാത്ത ഹിന്ദു യുവാക്കൾക്ക് ഈ മണ്ഡലകാലത്തിന് ജോലി കിട്ടുന്ന കാര്യമാണത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടെന്നിരിക്കെ അതൊന്നും ചെയ്യാതെ ഇത് കേരള പോലീസിന് തന്നെ സ്ഥിരമായി വീതിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണെന്നിരിക്കെ അതിന്റെ പേരിൽ കൃത്യമായി ബില്ല് കൈമാറി കേരള പോലീസും ആഭ്യന്തര വകുപ്പും പണം മേടിക്കുന്നുണ്ടെന്നിരിക്കെ അവരെ ഏൽപ്പിച്ച പണി വൃത്തിയായി ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്ക് ഉണ്ടായിരുന്നു. ഇത് തീർത്ഥാടകരുടെ സഹനശേഷിയുടെ മേലെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യാതിരിക്കുന്നതിന് ന്യായീകരണം പറയരുത്. ഇവിടെ വളരെ ബോധപൂർവമായി ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളെയും ശബരിമല തീർത്ഥാടന പദ്ധതിയെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അത് വർഷങ്ങളായി നടന്നു വരുന്നതാണ്. അതിലിപ്പോ കേരള സർക്കാരും ദേവസ്വം ബോർഡും പോലും കക്ഷി ചേർന്നിരിക്കുന്നു എന്നതാണ് ഈ സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നോക്കൂ, ശബരിമല കേരളത്തിലെ ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായ വിശ്വാസ കേന്ദ്രമാണ്. ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയമൂർത്തിയാണ്. ബാക്കി എല്ലാ ദേവതകളോടും ഉള്ളത് കേവലം ഭക്തിയോ സ്നേഹമോ ഒക്കെ ആണെങ്കിൽ അയ്യപ്പനോടുള്ളത് വിശ്വാസത്തിന്റെ ഒരു ഏറ്റവും പരമോന്നതമായിട്ടുള്ള വൈകാരിക ഭാവമാണ്. ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലേക്കൊന്നും സ്വയം ഈശ്വരനായിട്ടല്ലല്ലോ അവരാരും പോകുന്നത്. ഗുരുവായൂരിലേക്ക് പോകുന്നത് ഗുരുവായൂരപ്പനായിട്ടോ കാടാമ്പുഴയിലേക്ക് പോകുന്നത് കാടാമ്പുഴ അമ്മയായിട്ടോ അല്ല. പക്ഷെ ശബരിമലയിലേക്ക് ഓരോ തീർത്ഥാടകനും പോകുന്നത് സ്വയം അയ്യപ്പനായി മാറിയിട്ടാണ്. സ്വയം സ്വാമിയായി മാറുന്ന തത്വമസിയുടെ വേദാന്തം ഉണ്ട് അവിടെ. അങ്ങനെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം ഒരു വലിയ വിശ്വാസ കാന്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊക്കെ നിലയിലുള്ള പ്രലോഭനങ്ങൾ കൊടുത്തിട്ടാണെങ്കിലും ഏതൊക്കെ നിലയ്ക്ക് ഉള്ള പലതരത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ അവരെയൊക്കെ മതം മാറ്റിയാലും മറ്റു ധർമ്മങ്ങളിലേക്ക് കൊണ്ടുപോയാലും മണ്ഡലകാലമാവുമ്പോ ശബരിമല വ്രതകാലം ആരംഭിക്കുന്ന സമയത്ത് ആ അയ്യപ്പനോടുള്ള ഭക്തി രസം കൊണ്ട് വീണ്ടും സ്വധർമ്മത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ വലിയൊരു വിശ്വാസ കാന്തമായി ശബരിമല പ്രവർത്തിക്കുന്നത് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മതപരിവർത്തന ലോബികൾക്കും വലിയ തലവേദനയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ ഈ ആചാര പദ്ധതി, ഈ തീർത്ഥാടന കാലഘട്ടത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ആചരണ രീതി, ഇതെല്ലാം തകർക്കുക എന്ന് പറയുന്ന ഒരു ലോങ് സ്റ്റാൻഡിങ് അജണ്ടയാണ്. അതിനുവേണ്ടി എത്രയോ കാലത്തിൽ എത്രയോ തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1950-കളിൽ ശബരിമല ക്ഷേത്രം തച്ച് തകർത്ത് തീയിട്ട് അവിടുത്തെ വിഗ്രഹം പല കഷ്ണങ്ങളായി നുറുക്കിയിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. 1980-കളിൽ നിലയ്ക്കലിൽ കൊണ്ടുപോയിട്ട് ഒരു കുരിശ് നാട്ടിയിട്ട് ഇത് സെന്റ് തോമസ് മൗണ്ടാക്കി മാറ്റാനുള്ള ശ്രമം നമ്മൾ കണ്ടിട്ടുണ്ട്. അയ്യപ്പന്റെ പൂങ്കാവനം തന്നെ തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയുള്ള ശ്രമം നമ്മൾ കണ്ടിട്ടുണ്ട്.
കണ്ടിട്ടുണ്ട്. 2000-ന് ശേഷം എല്ലാ തീർത്ഥാടന കാലത്തും മുല്ലപ്പെരിയാർ ഭീതി പ്രചരിപ്പിച്ചുകൊണ്ട് മലയാളിയും തമിഴിനും തമ്മിലടിപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ കേരളത്തിലേക്ക് വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് ശബരിമലയിലെ തീർത്ഥാടനകാലം അട്ടിമറിക്കാൻ നടത്തിയുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 2018-ൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ മറവാക്കിക്കൊണ്ട് അവിടെ എങ്ങനെയാണ് തീർത്ഥാടക വേട്ട നടത്തിയത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അവസാനം നടത്തിയിട്ടുള്ള ശബരിമലയിലുള്ള സ്വർണ്ണ കൊള്ള പോലും ഒരർത്ഥത്തിൽ ആ തീർത്ഥാടകർക്ക്, വിശ്വാസികൾക്ക് അയ്യപ്പനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. സ്വന്തം സ്വർണമോ സ്വന്തം ആഭരണങ്ങളോ രക്ഷിക്കാൻ ശേഷിയില്ലാത്ത അയ്യപ്പൻ തങ്ങളെ എങ്ങനെ രക്ഷിക്കുമെന്ന ചിന്ത സാധാരണ ജനസമൂഹത്തിന്റെ മനസ്സിൽ ഉണ്ടാവട്ടെ എന്ന് ബോധപൂർവ്വം ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ പടിയിലാണ് ശബരിമല തീർത്ഥാടനത്തെ ഒരു ദുരനുഭവമാക്കി മാറ്റുക എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. എന്നാലോചിച്ച് ഒരു തീർത്ഥാടനം എന്ന് പറയുന്നത് വളരെ ധന്യമായിട്ടുള്ള അനുഭവം ആവേണ്ടതാണ്, ഒരു പ്ലസന്റ് ആയിട്ടുള്ള മെമ്മറിയാണ് ആവേണ്ടത്. പിന്നീട് ആലോചിക്കുമ്പോൾ വീണ്ടും ചെയ്യാൻ തോന്നുന്നതായിട്ട് മാറണം. എന്നാൽ ശബരിമലയിലെ തീർത്ഥാടനം എന്താണ്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയപ്പെടുത്തുന്ന സ്വപ്നമാണ്. അവിടെ വരുന്ന ഓരോ ആളും പറയുന്നത് എന്താണ്? ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. അത് അയ്യപ്പനോട് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ശബരിമലയോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. അവിടുത്തെ തീർത്ഥാടനം എന്ന് പറയുന്ന അനുഭവം അത്രമേൽ ദുഷ്കരവും ദുരിതപൂർണവും ദുരനുഭവമാണ് എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇനി ഒരിക്കലും മലയിലേക്ക് വരില്ലെന്ന് ആൾക്കാർക്ക് കണ്ണീരോടുകൂടി പറയേണ്ടി വരുന്നത്. അങ്ങനെ തീർത്ഥാടകരെ സാധ്യമായിട്ടുള്ള രീതിയിലെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി ശബരിമലയിലേക്ക് ഇല്ലെന്നൊരു നിശ്ചയം അവരെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി വളരെ ബോധപൂർവ്വം ആ തീർത്ഥാടനത്തെ അട്ടിമറിക്കുകയാണ്. ഇവിടുത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ശബരിമലയിലെ പരമാവധി പിൽഗ്രീം കപ്പാസിറ്റി എന്ന് പറയുന്നത് 60,000 ആൾക്കാരാണ് പെർ ഡേ. കേരള പോലീസ് തന്നെ കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറയുന്നത് 1 മിനിറ്റിൽ 60 തീർത്ഥാടകർ എന്ന രീതിയിൽ 1 മണിക്കൂറിൽ 3600 ആളുകളെയാണ് 18-ാം പടി കയറ്റാൻ സാധിക്കുക. അങ്ങനെ വരുമ്പോൾ 16 മണിക്കൂറാണ് ഒരു ദിവസത്തെ തീർത്ഥാടന സമയമെങ്കിൽ അവിടെ പരമാവധി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 61,000 ആളുകളെയാണ് എന്ന് കേരള പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് ഉണ്ട്. അപ്പോഴാണ് 70,000 ആൾക്കാർക്ക് വിർച്വൽ ബുക്കിങ്ങും 25,000 ആൾക്കാർക്ക് സ്പോട്ട് ബുക്കിങ്ങും കൊടുക്കുന്നത്. കപ്പാസിറ്റിക്ക് മുകളിൽ 30,000-ഓളം ആളുകളെ ദേവസ്വം കൂടെ അധികമായിട്ട് കൊണ്ടുവരികയാണ്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? കാരണം ഒരു തീർത്ഥാടകൻ 100 രൂപയുടെ കാണിക്ക ഇട്ടാലോ, 160 രൂപയുടെ 2 ടിൻ അരവണ മേടിച്ചാലോ, 40 രൂപയുടെ 1 ടിൻ അപ്പം മേടിച്ചാലോ കോടികളുടെ വരുമാന വ്യത്യാസമാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചുണ്ടാവുന്നത്. അപ്പോ കൂടുതൽ ആളുകൾ വന്നാൽ തീർത്ഥാടന പദ്ധതി അട്ടിമറിക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ടും ഇവര് വന്ന് നരകിക്കട്ടെ, ബുദ്ധിമുട്ടട്ടെ, ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ വരുമാനം കിട്ടിയാൽ മതി എന്ന ബുദ്ധിയോടുകൂടി പരമാവധി കപ്പാസിറ്റിയുടെ മുകളിലേക്ക് 30,000 40,000 ആളുകളെ, ഇന്ന് 1,08,000 ആളുകളാണ് ശബരിമലയിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ വരുന്നവർക്ക് മുഴുവൻ ദർശനം കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വിർച്വൽ ക്യൂ എന്ന് പറയുന്ന സംവിധാനം? നിങ്ങൾ ഈ പരിപാടി എടുത്ത് കളയൂ, സ്പോട്ട് ബുക്കിംഗ് മാത്രം മതി. ആൾക്കാർ സ്വന്തം രീതിയിൽ വന്നിട്ട് അവരുടെ യോഗം പോലെ അയ്യപ്പനെ തൊഴുതു പോയിക്കോട്ടെ. ഞങ്ങളിവിടെ വലിയൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുകയും എന്നാൽ അവിടെ വരുന്നവർക്ക് ദുരനുഭവം മാത്രം സമ്മാനിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനത്തിന് തുടരാനോ നിലനിൽക്കാനോ യാതൊരു ധാർമ്മിക അധികാരവും അത് തന്നെയാണ് ശങ്കുറ്റി ദാസ്. നമ്മൾ ഇന്ന് കണ്ടതാണ്. പല ഭക്തരും അങ്ങേയറ്റം ഭയചകിതരായി തന്നെയാണ് നമ്മളോട് ഉൾപ്പെടെ പ്രതികരിച്ചത്. അവർ പറയുന്നത് ഇനി വരില്ല എന്നാണ്. അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നവർ പോലും പറയുന്നു ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് മല കയറി തിരികെ ഇറങ്ങുവാൻ സാധിക്കുമോ എന്നുള്ള വലിയ ഭയത്തിലായിരുന്നുവെന്ന്. അത്തരത്തിലുള്ള ഒരു ഭയാശങ്കയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. അതായത് ഈ ആവർത്തിക്കുന്ന വീഴ്ച ആസൂത്രിതമോ എന്നുള്ള സംശയങ്ങൾ തന്നെയാണ് ഉയരുന്നത്.